ക്രിഷ് ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് 2 ദിവസമായി. അതിനിടയിൽ നന്ദു അവൻ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു എന്നല്ലാതെ അവളെ ഇങ്ങോട്ട് വിളിച്ചതുമില്ല. അവളെ കാണാനും വന്നില്ല. വിളിച്ചാൽ തന്നെ എന്തൊക്കെയോ സംസാരിച്ചെന്ന് വരുത്തി അവൻ കോൾ അവസാനിപ്പിക്കും. അത് നന്ദുവിനെ ഒരുപാട് വിഷമത്തിലാഴ്ത്തി. കൃഷിൻ്റെ ഈ മാറ്റത്തിൻ്റെ പേരിൽ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയാണ് നന്ദു ദിവിനെയും ആഡിസിനെയും വിളിക്കുന്നത്. നന്ദുവിനോട് എന്ത് പറയണം എന്നറിയാത്തതുകൊണ്ട് ദിവിൻ കോൾ എടുത്തില്ലായിരുന്നു. അതവളുടെ സംശയം ഒന്നുകൂടെ വർദ്ധിച്ചു. എന്നാൽ ആഡിസ് കോൾ എടുക്കുക മാത്രമല്ല, അവളോട് ഒന്നും മറച്ചു വെച്ചതുമില്ല. അന്ന് സംഭവിച്ചതൊക്കെയും തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടതും അവളുടെ ഹൃദയത്തിൽ കത്തി കുത്തിയിറക്കുന്ന വേദനയായിരുന്നു. മുല്ലേന് തിരിച്ചു വരുമോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. രണ്ടിലൊന്ന് അറിയണം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ കാറും എടുത്ത് കൃഷിൻ്റെ വീട്ടിലേക്ക് തിരിക്കുന്നത്. പ്രതീക്ഷിക്കാതെയുള്ള നന്ദുവിൻ്റെ ആ വരവ് കൃഷിൻ്റെ അമ്മയിൽ സംശയം നിറച്ചുവെങ്കിലും അവളൊന്നും വിട്ടു പറയാതെ കൃഷിയുടെ പുറം ലക്ഷ്യം വെച്ച് നടന്നു. ഡോറിൽ തട്ടാനോ അനുവാദം ചോദിക്കാനോ നിൽക്കാതെ ഡോറിൻ്റെ ലോക്ക് പിടിച്ച് താഴ്ത്തിയതും അവൾക്ക് മുന്നിൽ ഡോർ തുറക്കപ്പെട്ടു. ഡോർ തുറന്നതും കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരിയിരുന്ന് ഫോണിലേക്ക് നോട്ടമിട്ട് നിൽക്കുന്ന കൃഷിയെയാണ് കാണുന്നത്. ചെവിയിൽ ഇയർബഡ് വെച്ചിട്ടുണ്ട്. നന്ദുവിനെ കണ്ടതും അവൻ കയ്യിലുള്ള ഫോൺ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. അത് നന്ദു ശ്രദ്ധിക്കുകയും ചെയ്തു. ഇയർബഡ് ഊരി അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരിക്ക് വോൾട്ടേജ് പോരെന്ന് അവൾ വ്യക്തമായി മനസ്സിലാക്കി. അവൻ മറച്ചു പിടിച്ച ഫോൺ ബലമായി പിടിച്ചു വാങ്ങി. പവർ ബട്ടൺ ഓൺ ചെയ്തതും സ്ക്രീനിൽ മുല്ല എന്ന പേരിൽ നിന്നുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റും അതിലുള്ള വോയിസ് ക്ലിപ്പും ഒക്കെയും കണ്ടതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഫോൺ ബെഡിലേക്കിട്ട് ഒന്നും പറയാതെ തിരിഞ്ഞു നടക്കാനൊരുങ്ങി. നന്ദ നിക്ക്, കൃഷ് അവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് പറഞ്ഞു. വിട് കൃഷ്. അവൾ അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞ് മുന്നോട്ട് നടക്കാനൊരുങ്ങി. അന്നേരം അവനവളുടെ മുന്നിൽ കയറി നിന്നു. ഞാനൊന്ന് പറയട്ടെ നന്ദൂട്ടാ. അവൻ്റെ ആ വിളി കേട്ടതും അവളിൽ പുച്ഛ നിറഞ്ഞു. വേണ്ട കൃഷ്, നീ എന്നെ അങ്ങനെ വിളിക്കരുത്. 2 ദിവസമായി നീ വന്നിട്ട്. എന്നിട്ട് എന്നെ ഒന്ന് കാണാൻ വന്നോ? പോട്ടെ, എന്തിന് എന്നൊന്ന് വിളിച്ചോ? അതും പോരാഞ്ഞ് ഞാൻ വിളിച്ച നിനക്ക് സംസാരിക്കാനും വയ്യ. അതിനൊക്കെ നിനക്ക് എവിടെന്നല്ല സമയം? ഓർമ്മകൾ അയവരൊക്കെയല്ലേ? യാത്രാക്ഷീണമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പിന്നെ എനിക്കെന്തോ മനപ്രയാസം പോലെ തോന്നി. അപ്പോഴാണ് ഞാൻ ആഡിച്ചേട്ടനെ വിളിച്ച് കാര്യം തിരക്കുന്നത്. അപ്പോഴല്ല അറിയുന്നത് പഴയ കാമുകിയെ ഓർത്തുള്ള കുറ്റബോധമാണെന്ന്. ഇപ്പോൾ മുന്നിൽ തടസ്സം ഞാനായിരിക്കുമല്ലേ? അവൻ്റെ കോളറിൽ പിടുത്തമിട്ടുകൊണ്ടാണ് അവളത് പറഞ്ഞത്. നന്ദ, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ലെന്ന്? പിന്നെ ഞാനിപ്പോൾ എന്താ കണ്ടേ? എന്നോടൊന്ന് സംസാരിക്കാൻ പോലും നിനക്ക് നേരമില്ല. പഴയ കാമുകിയുടെ വോയിസൊക്കെയും കേട്ട് ഓർമ്മകൾ അയവിറക്കാനൊക്കെ ഇഷ്ടം പോലെ സമയം. കൊള്ളാം, എൻ്റെ കൃഷ് ഇങ്ങനെ ആയിരുന്നില്ല. ഓ, എൻ്റെ കൃഷ് അങ്ങനെ ഇനി പറയാൻ പറ്റില്ലല്ലോ. നാട്ടുകാർക്കൊക്കെ സ്നേഹം വീതിച്ചു കൊടുത്തേക്കുമല്ലേ. ഞാനൊരു മണ്ടി നിന്നെ വിശ്വസിച്ചു പോയി. അവൻ്റെ കോളറിൽ നിന്നുള്ള പിടി വിട്ടു അവനെ പിടിച്ചു തള്ളി. നന്ദൂട്ട, ഞാൻ വേണ്ട കൃഷ്, എനിക്കൊന്നും കേൾക്കണ്ട. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ മുല്ലയോ റോസോ പിച്ചിയോ എന്ത് തേങ്ങയാണെങ്കിലും ശരി, അവളെന്നെ തിരിച്ചു വന്നേന്ന് കരുതുക. അപ്പോൾ നീ എന്നെ വേണ്ടെന്ന് വെക്കോ? നന്ദ, ഞാൻ എന്തേ ഉത്തരവില്ലേ? നന്ദ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട കൃഷ്, എനിക്കറിയേണ്ടത് നീ എന്നെ വേണ്ടെന്ന് വെക്കോ ഇല്ലയോ എന്ന് മാത്രമാണ്. അവനെ ഒന്നും പറയാൻ അനുവദിക്കാതെ കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു. ആ നിമിഷം അവൻ അവളെ ഇറുകെ പുണർന്നു. അന്നേരം അവൾ അവനെ തിരികെ പുണർന്നില്ല. അവൾ തൻ്റെ കൈ ചുരുട്ടിപ്പിടിച്ചു നിന്നു. അവൻ്റെ കണ്ണുനീർ തൻ്റെ തോളിലേക്ക് പടർന്നതും അവളുടെ ഉള്ളം വിങ്ങി. അവളുടെ കൈകൾ യാന്ത്രികമായി അവൻ്റെ പുറമേനിയിൽ പതിഞ്ഞു. കൃഷ്, നീ കരയുവാ? അന്തു അവൻ്റെ മുഖം തനിക്ക് നേരെ ഉയർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അന്നേരം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തോന്നുന്നുണ്ടായിരുന്നു. കൃഷ്, നീ എന്തിനാ കരയുന്നേ? അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് നന്ദു ചോദിച്ചു. നന്ദൂട്ട, ഇതുവരെ നീ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയില്ല അല്ലേ? ഞാൻ നിന്നെ വേണ്ടെന്ന് വെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നന്ദ? മുല്ലയല്ല, ഇനി ആര് വന്നാലും ഞാൻ നിന്നെ ഒരിക്കലും ഒന്നിൻ്റെ പേരിലും വേണ്ടെന്ന് വെക്കില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂടി. നീ എൻ്റെയാ, ഈ കൃഷിൻ്റെയാ. ഞാൻ നിൻ്റെയും, നിൻ്റെ മാത്രം. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. ഈ വാക്ക് തെറ്റിക്കേണ്ടി വന്നാൽ പിന്നെ ഞാൻ ഈ ഭൂമിയിലുണ്ടാവില്ല. മുല്ലക്കല്ല, മറ്റാർക്കും എത്തിപ്പെടാൻ പറ്റാത്ത അത്ര ആഴത്തിലാണ് ഈ ഹൃദയത്തിൽ നിനക്കുള്ള സ്ഥാനം. അത് നീ ആദ്യം മനസ്സിലാക്ക്. കൃഷ് അത് പറഞ്ഞപ്പോഴേക്കും നന്ദു അവനെ ഇറുകെ പുണർന്നു. സോറി കൃഷ്,
എന്നെ എന്നെ കാണാൻ വരാഞ്ഞപ്പോഴും എന്നോട് സംസാരിക്കാതിരുന്നപ്പോഴും ഞാൻ ആകെ വല്ലാണ്ടായിപ്പോയി. അതാ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്നറിയാലോ. കഴിഞ്ഞ 10 ദിവസം തള്ളി നീക്കിയതേ എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അത്രയ്ക്ക് അത്രയ്ക്ക് എനിക്ക് നിന്നെ ഇഷ്ടാടാ. എൻ്റെ ജീവനാ, എൻ്റെ പ്രാണനാ. ഐ ലവ് യു കൃഷ്. അവൻ്റെ നിറയിൽ ചുംബിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. ലവ് യു ടു നന്ദൂട്ടാ. അവൻ അവളുടെ നിറകയിൽ തിരിച്ചു ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ദിവ്യൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഷോക്കായി എന്നത് സത്യ. പിന്നെ ഇപ്പം നീ കണ്ടത് ഞാൻ നിന്നോളം അവളെ സ്നേഹിച്ചിട്ടില്ല എന്നെനിക്ക് ഉറപ്പ് വരുത്തണമായിരുന്നു. അതിന് വിട്ടൊരു വാക്കുകൾ പോലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. സത്യം. വേണേൽ ഈ ഫോൺ നിനക്ക് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ വെച്ചോ. കൃഷ് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് വേണം എൻ്റെ ഉള്ള സമാധാനം കൂടി പോവാൻ. എനിക്കൊന്നും വേണ്ട, കൊണ്ടുപോയി കിണറ്റിലിട്. അവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ടാണ് അവളത് പറഞ്ഞത്. അവളുടെ സംസാരത്തിൽ പരിഭവം കലർന്നിരുന്നു. പിണങ്ങല്ലേ നന്ദൂട്ടാ, എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. നന്ദ, ഞാൻ നിനക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുവാ? നീങ്ങ് വാ. അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലിരുത്തിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. അവൻ വാർഡ്രോബ് തുറന്ന് അതിൽ നിന്നും ഒരു കവറെടുത്ത് അവളുടെ അരികിൽ വന്നിരുന്നു. കവറിൽ നിന്നും ഒരു ജോഡി ഇയറിങ്സ് എടുത്ത് അവളുടെ ചെവിയോട് അടുപ്പിച്ചു വെച്ചതും അവൻ്റെ കണ്ണുകൾ വിടരുന്നത് അവൾ നോക്കി നിന്നു. അന്നേരം അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മൊട്ടിട്ടു. കൊള്ളാം, നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ദേ നോക്കിക്കേ, ഇഷ്ടമായോന്ന്. അവളുടെ കയ്യിൽ ഇയറിങ്സ് വെച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. കൊള്ളാം, നിനക്കപ്പോൾ കമ്മലൊക്കെ വാങ്ങിക്കാനൊക്കെ അറിയാം. ഇനി എന്താ അതിലുള്ള നോക്കട്ടെ. അവൻ്റെ കയ്യിലെ കവർ വാങ്ങിക്കാൻ ശ്രമിച്ചുകൊണ്ട് നന്ദു ചോദിച്ചു. അടങ്ങിയിരിക്കും നന്ദൂട്ടാ, എല്ലാം നിനക്ക് തന്നെയാ. അവളുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. ആർക്കറിയാം. അതിനിടയിൽ നന്ദു അവനിട്ട് കൊട്ടി. കൃഷ് അവളെ കൂർപ്പിച്ചു നോക്കിയ ശേഷം അവളുടെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു. പെട്ടെന്നുള്ള പ്രവൃത്തി ആയതുകൊണ്ട് അവൾ ബെഡിലേക്ക് മലർന്നടിച്ച് വീഴുകയാണ്. ഒന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്തൂടെ ദുഷ്ട. കിടന്നിടത്തുനിന്ന് തന്നെയാണ് അവൾ ഈ പറയുന്നത്. അവനാണെങ്കിൽ മറുപടിയൊന്നും പറയാതെ കവറിൽ നിന്നും ഒരു ജോഡി ആംഗ്ലറ്റ് എടുത്ത് അവളുടെ ഇരു കാലിലേക്കും കെട്ടിക്കൊടുത്തു. ശേഷം അതിൻ്റെ ഭംഗി നോക്കി നിന്നു. അവളുടെ കാലിലൂടെ പതിയെ അവൻ വിരലോടിച്ചു കൊണ്ടിരുന്നു. അന്നേരം അവളത് ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ നോക്കി നിന്നു. അവളുടെ കാൽപാദത്തിൽ അവൻ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. ആ നിമിഷം അവളുടെ കണ്ണുകൾ താൻ അടഞ്ഞുപോയി. അവൻ അവളിലേക്ക് നോട്ടം പായിച്ചപ്പോൾ അവൾ കണ്ണടച്ച കിടപ്പാണ്. അടുത്ത നിമിഷം അവൻ അവളുടെ മേലേക്ക് അമർന്നു. നന്ദ, അവളുടെ കാതോരം മുത്തിക്കൊണ്ട് ആർദ്രമായി മുഴഞ്ഞു. കണ്ണു തുറക്കാതെ അവൾ നേർമയായി മൂളി. അവൻ്റെ കൈവിരലുകൾ അവളുടെ ചുരിദാറിൻ്റെ ടോപ്പിനുള്ളിലൂടെ ഇഴഞ്ഞു നീങ്ങി. ഒരു നിമിഷം അവിടം എന്തോ തണുപ്പ് പടരുന്നത് പോലെ തോന്നിയതും അവൾ കണ്ണു തുറന്നു. അന്നേരം ചെറുചിരിയാലെ തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നവനെയാണ് കാണുന്നത്. അവൾ തൻ്റെ വയറിനെ ഒന്ന് തൊട്ടു നോക്കി. ആ നിമിഷം അവളുടെ ചുണ്ടിൽ ചെറുപുഞ്ചിരി മുട്ടിട്ടു. അവൻ തൻ്റെ മേലെ നിന്നും അടർന്നു മാറിക്കൊണ്ട് വയറിൻ്റെ ഭാഗത്തു നിന്നും ടോപ്പ് പൊക്കി നോക്കുന്നതും അവൻ്റെ കണ്ണുകൾ വിടരുന്നതും ആ ചുണ്ടിൽ കുസൃതി ചിരി വിരിയുന്നതും അവൾ നോക്കി നിന്നു. പൊക്കൽ ചുഴിക്ക് മേലെയായി അവൻ്റെ ചുണ്ടുകൾ അമർന്നപ്പോൾ അവൾ നാണത്താൽ തൻ്റെ മുഖം പൊത്തിയതും അവൻ അവളുടെ മുഖത്ത് നിന്നും കൈകൾ എടുത്തു മാറ്റി. അവളുടെ കണ്ണുകളുടെ ആ പിടച്ചിൽ അവൻ ആവോളം ആസ്വദിച്ചു. കല്യാണം കഴിഞ്ഞ് ഇതുപോലെ സ്വർണം കൊണ്ടുള്ളതേ ഞാൻ അണിയിച്ചു തരുന്നുണ്ട്. അവളുടെ കാതിൽ അവൻ സ്വകാര്യം പോലെ മുഴഞ്ഞു. കൃഷിൻ്റെ വാക്കുകൾ അവളിൽ പിന്നെയും നാണം നിറച്ചു. അന്നേരം അവൾ മുഖം വെട്ടിച്ചു കിടന്നു. അപ്പോഴാണ് ഡോർ തുറന്നിട്ടുള്ള കാര്യം അവൾ കാണുന്നത്. അയ്യോ, ഡോറും തുറന്നിട്ടാണോ റൊമാൻസ് കളിക്കുന്നത്? പോ അവിടുന്ന് എന്നും പറഞ്ഞ് അവനെ തള്ളി മാറ്റി ഡ്രസ്സ് നേരെയാക്കി എഴുന്നേറ്റു. ഞാൻ താഴെ ചെല്ലട്ടെ, വരാൻ നേരം ടെൻഷനായിരുന്നു, അതുകൊണ്ട് അമ്മയോട് നേരാവണ്ണം സംസാരിച്ചത് പോലുമില്ല. അതും പറഞ്ഞ് നന്ദു മുറി വിട്ടിറങ്ങാൻ ഒരുങ്ങി. ദാ ഈ കവറും കൂടി പിടിച്ചോ, ഇത് നിറയെ ഇതുപോലുള്ള സാധനങ്ങളാ. അവിടെ ഇതൊക്കെ ഉള്ളൂ. കണ്ടപ്പോൾ നിന്നെ ഓർമ്മ വന്നു, അപ്പോൾ വാങ്ങിച്ചു. എന്നെ മാത്രമേ ഓർമ്മ വന്നുള്ളൂ അതോ? അവൾ പിന്നെയും അവനിട്ട് താങ്ങി. അല്ല, ഈ പഞ്ചായത്തിലെയും അടുത്ത പഞ്ചായത്തിലെയും മുഴുവൻ പെൺപിള്ളേരെയും ഓർമ്മ വന്നു. അവർക്കൊക്കെ വാങ്ങിച്ചത് ഞാൻ നേരത്തെ കൊടുത്തു. പോടാവുന്ന കൊല്ലു ഞാൻ എന്നും പറഞ്ഞ് അവൻ്റെ കവളിൽ അമർത്തി കടിച്ചു മുറിവിട്ടിറങ്ങി. കവൾ അമർത്തി ഒഴിഞ്ഞുകൊണ്ട് അവൾക്ക് പിന്നാലെ അവനും നടന്നു. ഇത്രയും നേരം ഇരുവരുടെയും സംസാരം മറഞ്ഞു നിന്ന് കേട്ട പാർവതി അവരിരുവരും പോയെന്ന് മനസ്സിലായതും മുറിയിലേക്ക് കയറി വന്നു. അവൾ അവിടം ചുറ്റും കണ്ണോടിച്ചു. വെട്ടിക്കിടക്കുന്ന ഫോൺ കയ്യിലെടുത്ത് നിഗൂഢമായ ചിരിയോടെ അവൾ അവിടെ നിന്ന് ഇറങ്ങി.
ഗസ്റ്റ് റൂമിലെത്തിയ അവൾ ഡോർ അടച്ച് ലോക്ക് ചെയ്ത് തൻ്റെ അമ്മയ്ക്ക് കോൾ ചെയ്ത് കൃഷും നന്ദുവും തമ്മിൽ നേരത്തെ നടന്ന സംഭാഷണം തൻ്റെ അമ്മയോട് തുറന്നു പറഞ്ഞു. അന്നേരം അവളുടെ അമ്മയുടെ ഉള്ളിൽ ചില കുരുട്ടു ബുദ്ധികൾ ഉയർന്നു വന്നു. അവരതുപോലെ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എല്ലാം കേട്ടതും കൃഷ് തനിക്ക് സ്വന്തമാവുമല്ലോ എന്ന ചിന്തയിൽ അവൾ അമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. നന്ദു പോയതും കൃഷ് തൻ്റെ മുറിയിലേക്ക് തിരിച്ചെത്തി. തൻ്റെ പഴയ ഫോണിന് വേണ്ടി അവൻ്റെ കണ്ണുകൾ അവിടെ മുഴുവൻ അലഞ്ഞു. ഒടുവിൽ അത് നന്ദു എടുത്ത് കാണും എന്നൊരു തോന്നൽ അവനിലുണ്ടായി. അവളോട് ചോദിച്ചാൽ അതിന് ഇഷ്ടമായില്ലെങ്കിലോ എന്നൊരു തോന്നലിൽ അവനത് വേണ്ടെന്ന് വെച്ചു. അന്ന് ഞായറാഴ്ച ആയതിന വിരാജ് അച്ഛൻ്റെ കൂടെ മില്ലിലേക്ക് ഇറങ്ങി. തനു ആണെങ്കിൽ വനജാമയുടെ കൂടി ഗാർഡനിൽ ചിലവഴിക്കുകയാണ്. അന്നേരമാണ് മുറ്റത്തൊരു ഓട്ടോ നിർത്തുന്നതും അതിൽ നിന്നും വിരാജിൻ്റെ അപ്പച്ചിമാർ ഇറങ്ങി വരുന്നതും. അവരെ ഇറക്കി ഓട്ടോ തിരിച്ചുപോയി. തൻ്റെ നാത്തൂന്മാരെ കണ്ടതും വനജാമ മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് അവരുടെ അരികിലേക്ക് നടന്നപ്പോൾ പിന്നാലെ തനുവും നടന്നു. തനുവിനെ കണ്ടത് അവരുടെ മുഖം ഒന്ന് മങ്ങി. തനു അവരെ നോക്കി ചിരിച്ചപ്പോൾ അവർ താല്പര്യമില്ലാത്ത മട്ടിൽ അവളെ നോക്കി ചിരിച്ചെന്ന് വരുത്തി. ഈ കുട്ടി ഇതുവരെ പോയില്ലേ എന്നുള്ള അവരുടെ ചോദ്യം കേട്ട് തനുവിൻ്റെ മുഖം വാഴുന്നത് കണ്ടപ്പോൾ വനജാമയ്ക്ക് എന്തോ വല്ലായ്മ തോന്നി. വനജ അവരെയും കൂട്ടി അകത്തേക്ക് നടന്നപ്പോൾ പിന്നാലെ തനുവും നടന്നു. വനജ അവർക്ക് കുടിക്കാൻ ജ്യൂസ് ഉണ്ടാക്കാൻ നേരം ഞാൻ ഉണ്ടാക്കാം അമ്മേ എന്നും പറഞ്ഞു തനു അത് ചെയ്യുമ്പോൾ ഇരുവരും ഇഷ്ടക്കേടോടെ തനുവിനെ നോക്കി. തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന തനു അത് കണ്ടതുമില്ല. നാത്തൂനൊന്നിങ്ങടെ വന്നേ എന്നും പറഞ്ഞ് വനജയെ മൂത്ത നാത്തൂൻ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് തനു ശ്രദ്ധിച്ചു. നാത്തൂൻ ഇതെന്ത് ഭാവിച്ചാ? ഇപ്പം തന്നെ ആൾക്കാരൊക്കെ അതും ഇതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ കുട്ടി ഇനി ഇവിടെ നിർത്തുന്നത് നല്ലതിനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ചെറുക്കനെ ഒരു ആലോചനയ്ക്ക് നോക്കുമ്പോൾ ഈ കുട്ടി ഒരു ചർച്ചാ വിഷയം ആവാൻ പാടില്ല. ഒരു നാത്തൂൻ വനജയോടായി പറഞ്ഞപ്പോൾ വനജയ്ക്ക് മറുപടി ഇല്ലായിരുന്നു. അത് തന്നെയാ നാത്തൂൻ എനിക്കും പറയാനുള്ളൂ. ആ കുട്ടിയെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ നോക്ക്. ഇപ്പോഴത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ജീവിതകാലം മുഴുവനും ഇവിടെ കയറിപ്പറ്റാൻ നോക്കില്ലെന്ന് ആര് കണ്ടു? ഇല്ലാത്ത കാരണം ഉണ്ടാക്കി കള്ളക്കേസ് കൊടുക്കാൻ വരെ മടിയില്ലാത്തവരാ ഇപ്പോഴത്തെ പെൺപിള്ളേര്. മറ്റേ നാത്തൂനും തൻ്റെ അഭിപ്രായം വ്യക്തമാക്കി. അയ്യോ, നിങ്ങൾ കരുതും പോലെ ഒന്നും അല്ലെന്ന്. അതൊരു പാവം കുട്ടിയാ. അതുമല്ല, വിച്ചുമോൻ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ അവനെ കൊണ്ട് ആ കൊച്ചിനെ കെട്ടിക്കാനുള്ള പുറപ്പാടില്ല. വനജ പറഞ്ഞത് കേട്ടതും രണ്ടുപേരുടെയും മുഖത്ത് ഇഷ്ടക്കേട് പ്രകടമാണ്. ആ കുട്ടിയെപ്പറ്റി മുഴുവൻ അറിഞ്ഞിട്ടും നാത്തൂൻ ഈ തീരുമാനം എടുത്തല്ലോ എന്ന് ഓർക്കുമ്പോഴോ ഞങ്ങൾക്ക് നാത്തൂനോട് സഹതാപം തോന്നുക. ആ കുട്ടിക്ക് എന്താ കുഴപ്പം? അവർ രണ്ടുപേരും പറയുന്നത് കേട്ടപ്പോൾ വനജയ്ക്ക് അത് ചോദിക്കാതിരിക്കാനായില്ല. എന്താ കുഴപ്പമില്ലാത്ത? അവളുടെ ചേച്ചി കാരണല്ലേ നമ്മുടെ ചെറുക്കൻ ജയിലിൽ കഴിയേണ്ടി വന്നത്. അത് നാത്തൂ മറന്നോ? പിന്നെ ഈ പെണ്ണിന് തന്തയെന്ന് ചൂണ്ടിക്കാട്ടാൻ ഒരാളുണ്ടോ? രണ്ടാനച്ഛൻ ഒരിക്കലും അച്ഛന് തുല്യാവില്ല. ഇതുപോലൊരു പെണ്ണാണോ നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ടേ? പിന്നെ ഇത്തിരി തൊലി വെളുപ്പുണ്ടെന്ന് സത്യ എന്ന് വെച്ച് എല്ലാം അങ്ങോട്ട് കണ്ണടക്കാൻ പറ്റുമോ? ഇരുവർക്കും കുടിക്കാനുള്ള ജ്യൂസുമായി വന്നതാണ് തനു. ഇവരുടെ സംസാരം കേട്ടതും തനു തിരിഞ്ഞു നടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതേ സമയം നാത്തൂന്മാർ തനുവിനെ പറ്റി പറഞ്ഞതൊന്നും വനജയ്ക്ക് തീരെ ഇഷ്ടമായില്ല. എന്നാലും അവരെ പിണക്കണ്ടല്ലോ എന്ന് കരുതി വനജ ഒന്നും വേണ്ടിയില്ല. കൂടുതലൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ വനജ അടുക്കളയിലോട്ട് നടന്നു. മോളെ, ജ്യൂസ് റെഡിയായോ എന്നും പറഞ്ഞ് വനജ അങ്ങോട്ട് വന്നപ്പോൾ തനു തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. ജ്യൂസിൻ്റെ ട്രേ അവരുടെ കയ്യിൽ വെച്ചു കൊടുത്ത് അവരെ നോക്കി ചിരിച്ചെന്ന് വരുത്തി. മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അവളുടെ മുഖത്തെ ഭാവമാറ്റം കണ്ട് അവർ ചോദിച്ചപ്പോൾ അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. കുറച്ച് കഴിഞ്ഞതും വിരാജും അച്ഛനും തിരികെ വന്നു. അമ്മയും അപ്പച്ചിമാരും അടുക്കളയിൽ കാര്യമായ കുക്കിങ്ങിലായിരുന്നു. അന്നേരം വിരാജിൻ്റെ കണ്ണുകൾ തനുവിന് വേണ്ടി അവിടെ മുഴുവൻ അലഞ്ഞു നടന്നു. അപ്പച്ചിമാരോട് കുറച്ചു നേരം സംസാരിച്ചു അവൻ മുകളിലോട്ട് നടന്നു. തൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ ഗസ്റ്റ് റൂമിലെ പാതി ചാരിയ ഡോറിലേക്കും ബെഡിൽ ചരിഞ്ഞ് കിടക്കുന്നവളിലേക്കും അവൻ്റെ കണ്ണുകൾ ഉടക്കി. അവളുടെ ആ കിടത്ത് അവൻ അത്ര പന്തിയായി തോന്നിയില്ല. അവൻ ഡോറും തുറന്ന് അകത്തേക്ക് നടന്നു. ഒന്ന് ചുമച്ചുകൊണ്ട് തന്നെ വരവ് അറിയിച്ചപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്ന് മറച്ചു പിടിച്ചു ചിരിക്കാൻ ശ്രമിച്ചു. എന്ത് പറ്റി? താഴെയൊന്നും കണ്ടില്ലല്ലോ. ഇല്ലേ, ഈ നേരത്ത് അമ്മയുടെ കൂടെയാണല്ലോ പതിവ്. ഒന്നുമില്ല, എനിക്കെന്തോ ചെറിയ തലവേദന. എങ്കിൽ നീ റെസ്റ്റ് എടുത്തോ, ഞാൻ പോയേക്കാം എന്നും പറഞ്ഞവൻ തിരിഞ്ഞു നടന്നു. അതെ, ഞാൻ വീട്ടിൽ പോയാലോ എന്ന് ആലോചിക്കുക. അവളുടെ പറച്ചിൽ കേട്ട് അവൻ നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. നീ എന്തേലും പറഞ്ഞായിരുന്നോ? അത് പിന്നെ ഞാൻ കുറേ ആയില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. അതിന്? അവൻ്റെ സ്വരത്തിൽ ഗൗരവം കലർന്നിരുന്നു. അല്ല, അമ്മയൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അമ്മയെ പോയി കാണാം, വിരാജ് പറഞ്ഞു. ഞാനിനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെയാണ്
പറയുന്നത്. പിന്നെ ഞാൻ ഞാൻ അവിടെ തന്നെ നിന്നോളാം, അവിടെ തന്നെ നിന്നോളാം. എന്നിട്ട് വീണ്ടും അവൻ്റെ മുന്നിൽ ചാടിക്കൊടുക്കാനോ? വിരാജ് ദേഷ്യം ഒരുവിധം നിയന്ത്രിച്ചുകൊണ്ട് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല, എനിക്ക് പോയേ പറ്റൂ. രാവിലെ താൻ പോകാൻ നേരം തൻ്റെ മുറിയിലേക്ക് വന്ന് കൊഞ്ചലോട് ഓരോന്ന് പറഞ്ഞ പെണ്ണാണ് ഇപ്പോൾ തിരിച്ചു പോകണമെന്ന് പറയുന്നത്. അവളുടെ പെട്ടെന്നുള്ള ഈ മാറ്റം അവന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവൻ്റെ ഉള്ളിൽ ചെറുതായി സംശയം നിറഞ്ഞു. നിന്നോട് ആരെങ്കിലും എന്തേലും പറഞ്ഞോ? അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് അവനത് ചോദിച്ചത്. ഹേയ്, എന്നോട് ആരെന്ത് പറയാനാ? തനിക്ക് മുഖം തരാതെയുള്ള അവളുടെ മറുപടി അവന് തൃപ്തികരമായി തോന്നിയില്ല. ഒപ്പം അവളുടെ സ്വരവ്യത്യാസം അവൻ തിരിച്ചറിഞ്ഞു. നീ പോകുന്ന കാര്യം ഞാൻ അമ്മയോട് കൂടി പറഞ്ഞേക്കാം, അമ്മയാണല്ലോ നിന്നെ ഇങ്ങോട്ട് നിർബന്ധിച്ചു കൊണ്ടുവന്നേ എന്നും പറഞ്ഞവൻ ധൃതിയിൽ മുറിവിട്ടിറങ്ങി നടക്കുന്നതിൻ്റെ പിന്നാലെ അവളും ചെന്നു. വിച്ചുവേട്ടാ വേണ്ട, നിക്ക്, ഞാനൊന്ന് പറയട്ടെ, അവൾ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. വിച്ചുവേട്ട എന്നുള്ള ആ വിളി അവനെ ഒരുപാട് സന്തോഷിപ്പിച്ചെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. അവൻ സ്റ്റെയർ ഇറങ്ങി അടുക്കളയിലോട്ട് നടന്നപ്പോൾ അവൾ സ്റ്റെയറിൻ്റെ മധ്യത്തിൽ നിന്നു. അവിടെ ആവുമ്പോൾ അടുക്കളയിൽ നിന്നുള്ള സംസാരം കേൾക്കാൻ പറ്റുമല്ലോ. അവിടെ ചെന്ന് അവൻ എന്ത് പറയും എന്നോർത്ത് അവൾക്ക് ചെറിയ പേടി തോന്നി. അമ്മ, താൻ പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞായിരുന്നോ? വിരാജ് അമ്മയോടായി ചോദിച്ചു. പോവുക? എങ്ങോട്ട്? പെട്ടെന്ന് ഈ കുട്ടിക്ക് എന്താ പറ്റിയേ? നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇനി എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോ ആവോ? ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് വനജ അവിടെ നിന്ന് നടക്കാനൊരുങ്ങി. ആ കുട്ടി പോവുകയാണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ മോനെ. അല്ലേലും പ്രായമായ പെൺപിള്ളേരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച ആൾക്കാർ അതും ഇതും പറയും. ഞാനത് നാത്തുവിനോട് പറഞ്ഞതുമാണ്. നിന്റെ അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? മോൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് വരേണ്ടതില്ലേ? അപ്പോൾ ഈ കുട്ടി ഒരു തടസ്സമാവാൻ പാടില്ല. അപ്പച്ചി പറയുന്നത് കേട്ടപ്പോൾ വിരാജിന് കാര്യം പിടികിട്ടി. അവനെന്തോ മനസ്സിലുറപ്പിച്ചു. അപ്പച്ചിയെ നോക്കി ചിരിച്ചു. എൻ്റെ അപ്പച്ചി, അപ്പോൾ അമ്മയൊന്നും പറഞ്ഞില്ല? എൻ്റെ ജീവിതത്തിൽ ഇനി അവളല്ലാതെ മറ്റേത് പെണ്ണ് വരാനാ? ഞാൻ കിട്ടാൻ പോകുന്ന പെണ്ണാ അവൾ എനിക്കിഷ്ടമാണ്, അവൾക്ക് എന്നെയും. അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം. അതുകൊണ്ട് അക്കാര്യം ഓർത്ത് അപ്പച്ചിമാർ മനസ്സ് വിഷമിപ്പിക്കണ്ട. എൻ്റെ മോനെ നമ്മുടെ അന്തസ്സിന് ചേർന്ന പെണ്ണാണോ ആ കൊച്ച്? അന്തസ് കൊണ്ട് അപ്പച്ചിമാർ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ കണ്ണിൽ അവൾക്കുള്ള അന്തസ്സിനെ ഒരു കുറവുമില്ല. അല്ലേലും പ്രണയിക്കുന്നവർക്കിടയിൽ എന്തോന്ന് അന്തസ്? ജീവന് തുല്യം സ്നേഹിക്കാനുള്ള ഒരു മനസ്സും പരസ്പര വിശ്വാസവും ഉണ്ടായാൽ മതി. അത് ഞങ്ങൾക്ക് 2 പേർക്കുണ്ട്. വിരാജ പറഞ്ഞത് അപ്പച്ചിമാർക്ക് അത്ര ദഹിച്ചില്ല എന്നതേ അവരുടെ മുഖത്ത് നിന്നും വായിച്ചെടുക്കാം. ഇതൊക്കെ കേട്ട് അവൻ്റെ അമ്മയുടെ മനസ്സ് നിറഞ്ഞു. വിരാജ് അമ്മയെ മറികടന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങി നടന്നു. സ്റ്റെയർ കയറാൻ നേരാണ് താനുവിനെ കാണുന്നത്. അവളുടെ മുഖഭാവം കണ്ടാൽ അറിയാം എല്ലാം കേട്ടെന്ന്. അവളുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിലുടക്കി. അവനവളെ മറികടന്ന് തൻ്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നപ്പോൾ പിന്നാലെ അവളും നടന്നു. തനു അവൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ ഷർട്ട് മാറുകയാണ്. അവളെ കണ്ടതും അവൻ തൻ്റെ പ്രവൃത്തി നിർത്തി. അവരോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. അവർ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ വിച്ചുവേട്ടൻ്റെ അന്തസ്സിന് ചേർന്ന പെണ്ണല്ല. അത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. എന്നായാലും ഞാൻ പോവേണ്ടവള. അത് കുറച്ചുകൂടി നേരത്തെ ആവുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. പറഞ്ഞു കഴിഞ്ഞോ? അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് മാറിൽ കൈ പിണച്ചു കെട്ടിക്കൊണ്ടാണ് അവനത് ചോദിച്ചത്. അവളെ കഴിഞ്ഞു എന്ന പോലെ തലയനക്കി. എന്നാ ഇങ്ങ് വന്നേ. അവൻ വിളിച്ചത് കേട്ട് എന്താണെന്ന പോലെ അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു. എന്താ? എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് എടുത്തു തരാൻ പറ്റുമോ? എന്തുവാ? ഇനിയിപ്പോൾ താൻ കേട്ടതിൻ്റെ കുഴപ്പമാണെന്നറിയാൻ വേണ്ടി താൻ ഒന്നുകൂടെ ചോദിച്ചു. എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു തരാൻ. അവളുടെ കൈ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ കൈ യാന്ത്രികമായി അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിലേക്ക് നീണ്ടു. അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ ബട്ടൺസ് ഓരോന്നായി എടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തോട് ഒഴുകി നടന്നു. അവൾ ബട്ടൺസ് മുഴുവൻ എടുത്ത് ഷർട്ട് ഊരി മാറ്റി. അവൾ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല എന്ന് മനസ്സിലായതും അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ഒന്നുകൂടെ തന്നോട് അടുപ്പിച്ചതും അവൾ മേഞ്ഞ കണ്ണാലെ അവനെ നോക്കി. ഇനി നിനക്ക് പോണോ? അവൻ്റെ ചോദ്യത്തിന് ആ മുഖത്ത് നോക്കാതെ അവൾ വേണ്ടെന്ന പോലെ തലയനക്കി. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. അവൻ പറഞ്ഞത് കേട്ടിട്ടും അവൾ നോക്കിയതേയില്ല. അവൻ അവളുടെ താടി പിടിച്ചുയർത്തി. പരൽ മീന് പോലെ പിടക്കുന്ന അവളുടെ മിഴികളിലേക്ക് അവൻ നോക്കിയിരുന്നു. അവളുടെ നെറുകയിലേക്ക് ചുണ്ടുകൾ പതിപ്പിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്തിനാ കരയുന്നത്? തൻ്റെ വിരലുകളാൽ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് അർഹതയില്ലാത്തത് സ്വന്താക്കി എന്നൊരു തോന്നൽ. വിതുമ്പിക്കൊണ്ട് പറയുന്നവളുടെ ഇരു കണ്ണിലും അവൻ്റെ ആദരങ്ങൾ പതിഞ്ഞു. ആ തോന്നലിനി വേണ്ട. എൻ്റെ അച്ഛനെയും അമ്മയും ഇതുപോലെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല. ആ അർഹത പോരെ? അതിനോളം അർഹത
മറ്റൊന്നിനുമില്ല. അവൻ പറഞ്ഞ വാക്കുകൾ കേട്ടതും അവളുടെ മനവും തനവും ഒരുപോലെ നിറഞ്ഞു. ആ നിമിഷം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. നന്ദു കൃഷ് വിവാഹത്തിന് ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ദിവസങ്ങൾ അടുക്കുന്തോറും കൃഷിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അവൻ്റെ ടെൻഷൻ്റെ ആഴം കൂട്ടാനെന്ന വണ്ണം അവനെ ഒരു ഫോൺ കോൾ തേടിയെത്തി. ഹലോ ഹലോ കൃഷ്, ഇത് ഞാനാ, മുല്ല. ആ പേര് കേട്ടതും കൃഷിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വഴുതി വീണു.